അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇന്ന് കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞ ഒരു പോയിൻ്റുണ്ട്. തുടർവാദം വരുമ്പോൾ നിയമനിർമ്മാണത്തിൻ്റെ പശ്ചാത്തലം പരിഗണിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുവെന്നും ഈ നിയമ ഭേദഗതിക്ക് പിന്നിലെന്തെന്ന് വിശദമായി പഠിച്ചുവെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞതാണ്. അതിനു പിന്നാലെയാണ് നിയമനിർമ്മാണത്തിൻ്റെ പശ്ചാത്തലം എന്തെന്ന് ഞങ്ങൾക്ക് പറയണം, അത് കേൾക്കാൻ കോടതി തയ്യാറാകണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. അതായത് കേന്ദ്ര സർക്കാർ കൃത്യമായി നിയമം നിർമ്മിച്ചതിൻ്റെ, നിയമ ഭേദഗതി ഉണ്ടാക്കിയതിൻ്റെ പിന്നിലെ പശ്ചാത്തലം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന ആത്മവിശ്വാസത്തിലാണ്. അല്ല, അതൊക്കെ ഒരു ഗവൺമെന്റിന് നിയമം നിർമ്മിക്കുമ്പോൾ എന്തിനാണ് നിയമം നിർമ്മിച്ചത് എന്ന് കോടതിയിൽ അതിനെക്കുറിച്ചൊരു ചർച്ച വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് വിശദീകരിക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്. ഇവിടെ ബഹുമാന്യായ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞ വസ്തുതാപരമല്ലാത്ത ഒരു കാര്യം, അദ്ദേഹം ഈ നോൺ മുസ്ലിംസിനെ കുറിച്ച് പറഞ്ഞത് ഒഫീഷ്യൽ അംഗങ്ങൾ എന്ന നിലയിൽ കളക്ടർ, RDO, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ അതല്ല, അത് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു തസ്തികയുടെ ഭാഗമായി. ഇപ്പൊ കളക്ടറാണ്, അല്ലെ കളക്ടർക്ക് മുകളിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ആരുമാകട്ടെ, അത് സർക്കാർ അപ്പോയിന്റ് ചെയ്യുന്ന പദവിയാണ്. അത് കൂടാതെ ആ പദവിയിൽ ആർക്കും തർക്കമില്ല. അത് കൂടാതെ അമുസ്ലിങ്ങളായ 2 അംഗങ്ങളെ, അത് തന്നെയാണെന്ന് തുഷാർ മേത്തയ്ക്ക് മറുപടി ഇല്ലാതെ പോയത്. തുഷാർ മേത്തയോട് ചോദിച്ചു എന്തിനാണ് ഈ ബോർഡിൽ, അപ്പൊ അതുകൊണ്ടാണ് എടുത്തു ചോദിച്ചത് ഹിന്ദുക്കൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ബോർഡുകൾ. അദ്ദേഹം എന്താ പറയുന്നത്, തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പോ അങ്ങനെ രൂപീകരിക്കപ്പെടുന്ന ബോർഡുകളിൽ മുസ്ലിങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പോ ഇതിനകത്ത് ഈ 2 ആളുകളെ നോമിനേറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ തന്നെ സുപ്രീം കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഭൂരിപക്ഷം ഈ കൗൺസില് അല്ലെങ്കിൽ ബോർഡിലെ മൊത്തം അംഗങ്ങളുടെ എണ്ണം മുസ്ലിങ്ങൾ മൈനോറിറ്റി ആകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി ചോദിച്ചു. അപ്പോ ഇതിനൊന്നും തുഷാർ മേത്തയ്ക്ക് കൃത്യമായ മറുപടി പറയാൻ അദ്ദേഹത്തിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, കോടതി ഇപ്പൊ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തെ 2 മണിക്കൂറോ 4 മണിക്കൂർ കൊണ്ടോ ഒന്നും സുപ്രീം കോടതി അതിനകത്ത് സ്റ്റേ കൊടുത്തില്ല. പക്ഷെ സുപ്രീം കോടതി ചോദിച്ച കാതലായ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരമില്ല. ആ ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത് ഒരാഴ്ച വരട്ടെ, ഞങ്ങൾ ഈ നിയമത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് സംസാരിക്കാമെന്ന്. ഇവിടെ മറ്റൊരു തെറ്റിദ്ധാരണാജനകമായ വാർത്ത ശ്രീ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞത് മുനമ്പവുമായി ബന്ധപ്പെട്ട്, മുനമ്പ് എന്താ 1995 വഖഫ് നിയമമോ അല്ലെങ്കിൽ 2013 അമെൻഡ്മെന്റ് കൊണ്ടാണോ മുനമ്പത്തെ പ്രശ്നമുണ്ടായത്? ശ്രീ കിരൺ റിജ്ജു വന്ന് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം അത് ലൈവായി ഈ നാട്ടിലെ മുഴുവൻ ആളുകളും കേട്ടതാണല്ലോ. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യവും അദ്ദേഹം അതിന് പറഞ്ഞ മറുപടിയും എല്ലാം വളരെ കൃത്യമാണല്ലോ. ഞാൻ ശ്രീ ഗോപാലകൃഷ്ണനോട് വിനയപരിസരം ചോദിക്കുന്ന അങ്ങ് ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ എല്ലാവരും മുനമ്പത്ത് പോയി പ്രസംഗിച്ചതാ നിങ്ങളുടെ പ്രശ്നം ഇവിടെ പരിഹരിക്കാൻ പോകുന്നു, വീട് കൊടുക്കെ ചോറും കറിയും, അടുത്ത വെള്ളിയാഴ്ച കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സമരം അവസാനിപ്പിക്കും എന്ന് നിങ്ങൾ നാട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തിട്ട് ഇപ്പൊ പറയുന്നത് പറയാനുണ്ട്. ഒരു നിമിഷം അദ്ദേഹം സേനാപതി സാർ ഒരു അഡ്വക്കേറ്റ് ആണ്. അപ്പോ കേന്ദ്രമന്ത്രി അവിടെ വന്നിരുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു നിമിഷം. കേന്ദ്രമന്ത്രി അവിടെ മുനമ്പത്ത് വന്നിട്ട് ഇതിലൂടെ നിങ്ങൾ ഇന്ന സെക്ഷൻ പ്രകാരം പരിഹാരം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സബ്ജുഡീസ് ആകുമായിരുന്നോ ഇല്ലായിരുന്നോ എന്ന് ദയവായി പറയും. എന്റെ ചോദ്യം അവിടെ കേന്ദ്ര മൈനോറിറ്റീസ് വകുപ്പിന്റെ ചുമതല പോർട്ട്ഫോളിയോ വഹിക്കുന്ന മന്ത്രി അദ്ദേഹം എന്തിനാണ് ഇപ്പൊ വന്നത്? അദ്ദേഹം വന്നതിനും ദുരുദ്ദേശമുണ്ടല്ലോ, അല്ലാതെ സദുദ്ദേശത്തിലല്ലല്ലോ അദ്ദേഹം. അല്ല, അദ്ദേഹം വന്നതും ദുരുദ്ദേശത്തോടു കൂടിയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് മറുപടി പോലും പറയാനില്ലാതായി. അതാണല്ലോ ഇന്ന് പത്രങ്ങൾ പലതും പറഞ്ഞിരിക്കുന്നത്. ആ വരവ് ഗുണത്തെക്കാളേറെ ആർക്ക്? BJPക്ക് ആ വരവ് ഗുണത്തെക്കാളേറെ എന്ന്. ഹലോ പറയൂ ഹലോ ഹലോ ചോദിച്ചോട്ടെ. അല്ല വേണു, സേനാപതി വേണു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പിന്നെ നിങ്ങൾ എന്താണ് ഈ മുനമ്പത്തുകാർക്ക് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നത്? മുനമ്പത്തുകാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. മുനമ്പത്തുകാരെ സഹായിക്കാനാണ് UDF നിൽക്കുന്നത്. ഞാൻ നിങ്ങൾ പറയുന്ന വാദഗതികൾ മുഴുവൻ അങ്ങ് സ്വീകരിക്കാം. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് വേറെ പോംവഴി? വഖഫ് നിയമത്തിൻ്റെ ഭേദഗതി അല്ലാതെ മുനമ്പത്തുകാർക്ക് വേറെ ഏതെങ്കിലും ഒരു വഴിയുണ്ടോ? ട്രിബ്യൂണൽ പോകലല്ലാതെ?
ട്രിബ്യൂണലിൽ പോയാൽ വഖഫ് ഭേദഗതി നിയമം ഇല്ലെങ്കിൽ മുനമ്പത്തുകാർക്ക് അവരുടെ ഭൂമി കിട്ടുമോ? ഒന്ന്, ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ ചർച്ചയിൽ തന്നെ 10-15 മിനിറ്റ് മുമ്പ് താങ്കൾ പറഞ്ഞത് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് അങ്ങ് തന്നെ പറയുന്നു. ശരിയും അതാണല്ലോ. ഫറൂഖ് കോളേജിന് കൊടുത്തിരിക്കുന്ന ഭൂമിയാണ്, അത് വഖഫ് ഭൂമിയാണ്. അങ്ങ് തന്നെ സൂചിപ്പിച്ചല്ലോ. ഒരു മിനിറ്റ് അത് ഈ നിയമത്തിന്റെ ഭേദഗതി നിയമത്തിലെ 2A സെക്ഷൻ പ്രകാരമാണ് സാർ. നിങ്ങൾ എന്താ ഇങ്ങനെ പറയണേ? 2A സെക്ഷൻ ഈ നിയമത്തിലെ ഭേദഗതി 2A സെക്ഷൻ പ്രകാരമാണ്. നിങ്ങളത് പറഞ്ഞോളൂ, ചോദിക്കാം, ഞാൻ കേൾക്കാം. 2 പോയിന്റുകൾ 2 പേരായി മുന്നോട്ട് വെച്ചു, അതിന് ചോദിച്ചോളൂ. അല്ല, എന്റെ ചോദ്യം, മുനമ്പത്തെ ഭൂമി അത് വഖഫ് ഭൂമി അല്ല എന്നുള്ളത് സബ്ജുഡീസ് ആകുമായിരുന്നു. ഇന്നലെ കിരൺ റിജിജു മന്ത്രി അവിടെ വന്നിട്ട് ഇന്ന സെക്ഷൻ പ്രകാരം നിങ്ങൾക്ക് പരിഹാരം ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞാൽ സബ്ജുഡീസ് ആകുമായിരുന്നു. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ സാർ. വഖഫ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പലയിടത്തും തർക്കങ്ങളും ഇതൊക്കെ നിൽക്കുന്നു. അവിടെ എവിടെയെങ്കിലും ഈ മൈനോറിറ്റീസിന്റെ പോർട്ട്ഫോളിയോ ഉള്ള കിരൺ റിജിജു പോയായിരുന്നു? വേറെ ഒരിടത്തും പോയില്ല. വന്നത് മുനമ്പത്തേക്കാണല്ലോ വന്നത്. അല്ല, ഈ വഖഫുമായി തർക്കം ഉള്ള പ്രദേശങ്ങളും തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്, അസാമിലുണ്ട്, ആന്ധ്രാപ്രദേശിലുണ്ട്, തെലങ്കാനയിലുണ്ട്, പലയിടത്തുമുണ്ട്, ഈവൻ ഡൽഹിയിൽ പോലുമുണ്ട്. അവിടെ ഒന്നും പോകാതെ അദ്ദേഹം നേരെ ഇങ്ങോട്ട് വന്നത്. സാർ, ഇതൊക്കെ അരിയാഹാരമല്ല, പൊറോട്ട കഴിക്കുന്ന ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഉത്തരം പറയട്ടെ? പറയൂ. എന്റെ സേനാപതി വേണു, സേനാപതി വേണു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പം നിങ്ങളുടെ അരിശം എന്ന് പറയുന്നത്, നിങ്ങളുടെ വിദ്വേഷം എന്ന് പറയുന്നത്, നിങ്ങളുടെ എതിർപ്പ് എന്ന് പറയുന്നത് കിരൺ റിജിജുവും സുരേഷ് ഗോപിയും BJPയും മുനമ്പത്ത് വന്നതാണ്. മുനമ്പത്ത് BJP വന്നില്ലായിരുന്നെങ്കിൽ, മുനമ്പത്ത് സുരേഷ് ഗോപി വന്നില്ലായിരുന്നെങ്കിൽ, മുനമ്പത്ത് ഈ നിയമ ഭേദഗതി വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഈ 600 പാവങ്ങളുടെ വോട്ട് മേടിച്ച് ഇപ്പം ശരിയാക്കി തരാം, 10 മിനിറ്റിനുള്ളിൽ ശരിയാക്കി തരാം, നാളെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് തട്ടിക്കളിക്കാമായിരുന്നു. അതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യം തകർന്നു. തകർന്നപ്പോ കിരൺ റിജിജു വന്നപ്പോ ആ ലക്ഷ്യം തകർന്നു. അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം അതാണ്. നിങ്ങളുടെ പ്രശ്നം അതാണ്. അല്ലേ? അതല്ലേ പ്രശ്നം. വോട്ട് മേടിച്ചുകൊണ്ട് ഈ നാട്ടിൽ ഒരു കോടതിയുടെ വിഷയമായതുകൊണ്ടാണ് ഇതൊരു തർക്കവിതർക്കങ്ങളിലേക്ക് പോകാതെ അഭിപ്രായ സ്വരൂപീകരണം എന്ന മാത്രം ലക്ഷ്യത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചത്. പക്ഷേ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞതും എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ വഖഫ് പ്രശ്നം നിലനിൽക്കുന്ന ഒരു പ്രദേശത്തും പോകാതെ, ഇതിലും രൂക്ഷമായിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നും പോകാതെ എന്തുകൊണ്ടാണ് ശ്രീ കിരൺ റിജിജു അദ്ദേഹം മുനമ്പത്ത് വരിക? ഇനിയിപ്പോ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനെ അംഗീകരിച്ചാൽ പോലും ആ മുനമ്പം ഇടത്തേക്ക് എന്തുകൊണ്ട് അല്ല, മുനമ്പം ഒരു ദേശീയ വിഷയമാണ്. പ്രസക്തമായ ചില പശ്ചാത്തലം മുനമ്പം ഒരു ദേശീയ വിഷയമാണ് സാർ. അവിടേക്ക് പോകാതിരിക്കുക, കയറാൻ പറ്റാത്ത അവസ്ഥ വരിക, മുനമ്പം ഒരു ദേശീയ വിഷയമാണ്. പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് മുനമ്പം. ഏതായാലും മുനമ്പക്കാരോട് പറയുക, പുതിയ നിയമം പാസ്സാക്കിയിരിക്കുന്നു, ഇനി നിങ്ങൾ സമരം ചെയ്യേണ്ട കാര്യമില്ല. മുനമ്പം ഒരു ദേശീയ വിഷയമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ കിരൺ റിജിജു ഇത് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാനല്ല സാർ, മുനമ്പത്തെ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മീൻ പിടിക്കാൻ പറ്റുമോ എന്ന മാത്രമാണ്. വെള്ളം കലങ്ങിയിരിക്കുന്നു. അവിടെ സമരം ചെയ്യുന്ന പാവപ്പെട്ടവർ അവരിപ്പോഴും ഉത്കണ്ഠയിലാണ്. അതായത് ഏക ബോഡി എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെന്റ് ആണ്. അഡ്വക്കേറ്റ് സേനാപതി വേണു, അങ്ങ് സാധാരണയായി വഴങ്ങിത്തരുന്നതാണ്. ഇന്നിപ്പോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനത് ചോദിച്ചോട്ടെ, 600 650 കുടുംബങ്ങൾ മാത്രമുള്ള മുനമ്പത്തേക്ക് BJP കണ്ണ് നട്ടു എന്നങ്ങ് ആക്ഷേപിച്ചല്ലോ.
അതിനെ 600 650 കുടുംബങ്ങളുള്ള ഒരിടത്തേക്ക് പോലും നോക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ സൂക്ഷ്മതയായി കണ്ടാൽ എന്താണ് പ്രശ്നം? ഒരു കുഴപ്പമില്ല, സൂക്ഷ്മതയെ നമുക്ക് കാണാം. പക്ഷെ വന്ന് കേന്ദ്രമന്ത്രിയോട് അവിടെ നിരാഹാരം ഇരിക്കുന്ന സാധുക്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് സുപ്രീം കോടതി വരെ കേസ് നടത്താനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ കോടതിയുടെ പരിഗണന വിഷയത്തിൽ പിന്നെ എന്ത് പറയണം അദ്ദേഹം? എന്താണ് അദ്ദേഹം പറയേണ്ടത്? അല്ല വാസ്തവത്തില് സേനാപതി വേണു നിങ്ങൾക്ക് ഉത്തരവ് ഒന്നിനും അല്ല, ഞങ്ങൾക്ക് ഉത്തരവുണ്ട് സാർ. നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് പാർലമെന്റിൽ ഹൈബി ഈഡൻ ചോദിച്ചു, ഹൈബി ഈഡനും ചോദിച്ചു, ശ്രീ പ്രേമചന്ദ്രനും ചോദിച്ചു. എന്റെ സുഹൃത്തെ, നിങ്ങള് ഒരു മിനിറ്റ് പറഞ്ഞോ സാർ, ഞാൻ വഴങ്ങി. എന്തൊരു കഷ്ട. ഞാനൊരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ. വഖഫ് ഭേദഗതി നിയമത്തിലെ ഏത് സെക്ഷനെയാണ് നിങ്ങൾ എതിർക്കുന്നത്? സെക്ഷൻ 40 നിങ്ങൾ എതിർക്കണ്ടോ ഇല്ലയോ? സെക്ഷൻ 40 നിങ്ങൾ എതിർക്കണ്ടോ ഇല്ലയോ? എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയും. അതോ നിങ്ങൾ അമുസ്ലിമിനെ പ്രവേശിപ്പിച്ചതിനെതിരായിട്ടാണോ നിങ്ങൾ എതിർത്തത്? സെക്ഷൻ 40 നിങ്ങൾ എതിർക്കണ്ടോ ഇല്ലയോ? അത് പറയേ. നിങ്ങൾ സെക്ഷൻ 40 എതിർക്കുന്നുണ്ടോ ഇല്ലയോ? നമുക്ക് ആ നിയമത്തിലെ ഈ നിയമമല്ലാതെ മുനമ്പത്തുകാർക്ക് വേറെ ഒരു രക്ഷയുമില്ല. ഭേദഗതി നിയമമല്ലാതെ മുനമ്പത്തുകാർക്ക് വേറെ there is no other answer. നിങ്ങൾ സെക്ഷൻ 40 അനുകൂലിക്കണ്ടോ ഇല്ലയോ? സെക്ഷൻ 40 എടുത്തു കളഞ്ഞ ഭേദഗതി നിയമത്തെ നിങ്ങൾ എതിർത്തു. സെക്ഷൻ 40 നിങ്ങൾ എതിർത്തുകൊണ്ട് കപിൽ സിബൽ എന്ന് സംസാരിച്ചതിനെ നിങ്ങൾ അംഗീകരിച്ചു. അല്ലല്ല, ഒരു മിനിറ്റ്, എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറ. സെക്ഷൻ 40 എടുത്തു മാറ്റിയതിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ? പറയൂ. ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറ. നിങ്ങൾ കോൺഗ്രസ് സെക്ഷൻ 40 അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. നിങ്ങൾ പരത്തി പറയല്ലേ. ചോദ്യത്തിന് ഉത്തരം പറ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. സെക്ഷൻ 40 അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നത്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. സെക്ഷൻ 40 അനുകൂലിക്കണ്ടോ നിങ്ങൾ? എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. സെക്ഷൻ 40 വഖഫ് ബൈ യൂസർ നിങ്ങൾ അനുകൂലിക്കണ്ടോ ഇല്ലയോ? അത് പറയേ. ബാക്കിയൊക്കെ അമുസ്ലിമിന്റെ കാര്യമൊക്കെ മാറ്റിവെക്ക്, അതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. സെക്ഷൻ 40 നിങ്ങൾ അനുകൂലിക്കണ്ടോ? സെക്ഷൻ 40 നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുനമ്പത്തുകാർക്കെതിരാണ്. സെക്ഷൻ 40 എടുത്തു മാറ്റുന്നതിന് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ ബാക്കി പറയാം. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാതെ തരികിട പറയല്ലേ വേണു, അത് മോശമാണ്. ഞാൻ ചോദിച്ചത് കൃത്യമാണല്ലോ. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ മറുപടി പറയുന്നില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചത് പറ. സെക്ഷൻ 40 എടുത്തു കളഞ്ഞതിന് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ? മറുപടി പറയട്ടെ. അല്ല, ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയലേക്ക് കടക്കുകയാണ്. ഞാൻ മറുപടി ഒന്ന് പറയട്ടെ. അത് തന്നെയാണ് സുപ്രീം കോടതി ചോദിച്ച ഒരു ചോദ്യവും. ബൈ യൂസർ 100-150 വർഷമായി രജിസ്റ്റർ ചെയ്യപ്പെടാതെ അല്ലെങ്കിൽ ഡീഡാക്കി മാറ്റാൻ കഴിയാതെ ഉപയോഗത്തിൽ ഇരുന്ന് വരുന്നതിനെ ഒറ്റ ദിവസം കൊണ്ട് ഡീനോട്ടിഫൈ ചെയ്തു കഴിഞ്ഞാൽ അതിൽ യഥാർത്ഥത്തിലുള്ള അവകാശികൾ പുറത്താകുകയോ അല്ലെങ്കിൽ ഈ ഭൂമി ഇത് സർക്കാരിൻ്റെതായി മാറുകയില്ലയോ എന്നുള്ള സുപ്രീം കോടതി ചോദിച്ച ചോദ്യം, ആ ചോദ്യം തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷമല്ലോ, അതിന് മുമ്പ്. ഡീനോട്ടിഫൈ ചെയ്യണമെങ്കിൽ നോട്ടിഫൈ ചെയ്തിരിക്കണം. അതിന് തുടത്തില്ല എന്നാണ് ഈ 36 പറഞ്ഞിരിക്കുന്നത് പുതിയ ആക്ടില്. അപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന ഒരു അടിസ്ഥാനരഹിതമായ കാര്യമാണ്. ഡീനോട്ടിഫൈ ചെയ്യണമെങ്കിൽ നോട്ടിഫൈ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള വസ്തുവിനെ നമ്മൾ തുടത്തില്ല എന്നാണ് പുതിയ ആക്ടിൽ പറയുന്നത്. അപ്പൊ രണ്ടും കൂടെ ശരിയാവും. അല്ലല്ല, ഇവിടെ വഖഫ് ബൈ യൂസർ അല്ലെങ്കിൽ ഉപയോഗത്തിൽ ഇരുന്ന് വരുന്ന വഖഫ്, അത് ഞാൻ വീണ്ടും വായിക്കാം. പുതിയ ആക്ടിൽ പറയുന്നത് provided that the existing waqf by user properties registered on or before the commencement of the Waqf Amendment Act 2025 as waqf by user will remain as waqf properties എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് പുതിയ ആക്ടിൽ. നിങ്ങൾ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ വായിച്ചത് തെറ്റാണോ? അല്ല, ഞാൻ പറഞ്ഞതില്ലാത്തത് 100-150 വർഷങ്ങളായി
വഖഫ് ഭൂമിയായി ഉപയോഗിച്ചു വരുന്ന ഭൂമികൾ, അത് എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തില്ല? മാറ്റിയിടപ്പെട്ട ഭൂമികൾ, അത് എന്തുകൊണ്ട് ഇത് രജിസ്റ്റർ ചെയ്തില്ല? തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം എന്തുകൊണ്ട് അവർ രജിസ്റ്റർ ചെയ്തില്ല? ഞങ്ങൾ ആവർത്തിക്കുന്നത് 103 വർഷമായിട്ട് എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തില്ല? ആൻസർ മൈ ക്വസ്റ്റ്യൻ. അല്ല, അതിനാണല്ലോ കപിൽ സിബൽ പറഞ്ഞിരിക്കുന്നത്. ആര് പറഞ്ഞാലും വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രൊവിഷൻ ഉണ്ട്, സൗകര്യങ്ങളുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തില്ല? അല്ല, അതല്ലേ പറഞ്ഞത്, അന്ന് രജിസ്ട്രേഷൻ ആധാരമായിട്ടുള്ള രേഖകളോ അല്ലെങ്കിൽ ഒന്നും വേണ്ട. നിങ്ങൾ ഉണ്ടാക്കിയ സെക്ഷൻ 1995 അടിയിൽ രജിസ്ട്രേഷന് രേഖ വേണ്ട, ഡീഡ് വേണ്ട. നിങ്ങൾ ഉണ്ടാക്കിയ ആക്ടിന് അടിയിൽ രജിസ്ട്രേഷന് ഡീഡ് വേണ്ട. അപ്പൊ എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തില്ല? വീണ്ടും ഞാൻ അങ്ങോട്ട് നേരം ചോദിക്കുന്നു, രജിസ്റ്റർ ചെയ്തില്ല എന്ന ഒറ്റ കാരണത്താൽ ഇത് നിയമവിരുദ്ധമായി മാറുമോ? അത് വഖഫ് അല്ലാതായി മാറുമോ? പിന്നെ രജിസ്റ്റർ ചെയ്യാതെ നിങ്ങൾ നിങ്ങളെ വസ്തു വിൽക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ വസ്തു വാങ്ങിക്കുമോ രജിസ്റ്റർ ചെയ്യാതെ? നാളെ നിങ്ങൾ വസ്തു വാങ്ങാൻ പോയാണ്, രജിസ്റ്റർ ചെയ്യാതെ വാങ്ങും. അല്ല, രണ്ടാമത്തെ കാര്യം, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സേഫ്റ്റി അല്ലേ കിട്ടുക? നിങ്ങളെ വസ്തു അതൊക്കെ ഞാൻ സമ്മതിച്ചേ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. നമ്മുടെ നാട്ടില് നിങ്ങൾ വിചാരിക്കുന്ന കാലാകാലം വസ്തു രജിസ്റ്റർ ചെയ്യാതിരിക്കണമെന്നാണ്. ഇതിനൊരു ക്ലാരിറ്റി വരണ്ടേ? ഏതൊക്കെയാണ് വഖഫ് വസ്തുക്കൾ, ഏതൊക്കെയാണ് സർക്കാർ വസ്തുക്കൾ, ഏതൊക്കെയാണ് പ്രൈവറ്റ് വസ്തുക്കൾ? ഇതിനൊരു ക്ലാരിറ്റി വേണം. നമ്മളെ ഈ പിന്നെ ജനാധിപത്യ രാഷ്ട്രീയം തീർച്ചയായിട്ടും ക്ലാരിറ്റി വേണമെന്നേ. ആ ഓപ്പോസിറ്റ് അല്ല, അതാണല്ലോ 36-ൽ ചോദിക്കുന്ന 103 വർഷമായിട്ട് അതിനൊരു സാഹചര്യം കിട്ടിയില്ല. ഡീഡ് വേണ്ട, നിങ്ങൾ പ്ലീസ് കം ആൻഡ് രജിസ്റ്റർ ഇറ്റ് എന്നാണ് നിങ്ങൾ ഉണ്ടാക്കിയ വഖഫ് ആക്ട് പോലും പറഞ്ഞത്. എന്നിട്ടും രജിസ്റ്റർ ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്തില്ല എന്ന കാരണത്താൽ അത് വലിയ കാരണമല്ലേ? കല്യാണം കഴിച്ചാൽ പോലും രജിസ്റ്റർ ചെയ്യേണ്ട, നമ്മളൊരു കുട്ടി ഉണ്ടായ രജിസ്റ്റർ ചെയ്യേണ്ട പേര്, എല്ലാ കാര്യങ്ങളും. അത് ഈ കാലഘട്ടത്തിലല്ലേ ഡീഡ് വേണ്ടല്ലോ രജിസ്ട്രേഷന്. നിങ്ങൾ ഉണ്ടാക്കിയ സ്റ്റാലിൻ ദേവൻ കല്യാണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അങ്ങയുടെ മാതാപിതാക്കളോ അതിനു മുമ്പുള്ള തലമുറയിൽപ്പെട്ടവരോ കല്യാണം ജീവിക്കുന്നില്ലായിരുന്നല്ലോ. കഴിഞ്ഞ 7-ാം തീയതി വരെ രജിസ്റ്റർ ചെയ്യാമായിരുന്നല്ലോ. അല്ല, ഞാൻ ചോദിച്ചത് 8-ാം തീയതിയാണ് പുതിയ നിയമം വന്നത്. 7-ാം തീയതി ചെയ്തില്ല എന്ന കാരണത്താൽ സർക്കാരിന് പിടിച്ചെടുക്കാൻ അങ്ങനെ പിടിച്ചെടുക്കുന്നത് നിയമവിധേയമാണോ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കിയ 1995 ആക്ടിൽ പറയുന്നു യഥാസമയം മുത്തവലി രജിസ്റ്റർ ചെയ്തെങ്കിൽ അങ്ങനെ ജയിലിലിടാമെന്നാണ് പറയുന്നത്. 95 ആക്ടിൽ 95 നിങ്ങൾ ഉണ്ടാക്കിയ ആക്ട് ആണ്. പിന്നെ എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തില്ല? എന്റെ ചോദ്യം അതാണ്. ഇന്ന് സുപ്രീം കോടതി ചോദിച്ച ചോദ്യം അതാണ്. ഏതെങ്കിലും കാരണവശാൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല എന്ന കാരണത്താൽ അത് ഡീനോട്ടിഫൈ ചെയ്ത് സർക്കാരിന്റെ ഭൂമിയാക്കി മാറ്റാൻ ക്ലാരിഫിക്കേഷൻ വരും. അത് ഇപ്പൊ അഡ്മിഷൻ സ്റ്റേജിലല്ല, അതിന്റെ ഡീറ്റെയിൽഡ് ആർഗ്യുമെന്റ് വരുമ്പോൾ. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം പറഞ്ഞു ഈ ബോർഡിൽ ഇരിക്കുന്നവർ പിന്നെ ഗവൺമെന്റ് സർവൻസ് അല്ല, മറ്റുള്ളതൊക്കെ ഓരോ തസ്തികയിൽ ഇരിക്കുകയാണെന്ന്. അപ്പോൾ ഇവിടെ എനിക്ക് 101 സബ്സെക്ഷൻ 2, അതായത് every executive officer and every person holding any office in a waqf shall also be deemed to be a public servant within the meaning of section 21 of the Indian Penal Code. ഇതെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടാണ് മുത്തവല്ലി ഉൾപ്പെടെയുള്ള ആൾക്കാരെ കണക്കാക്കുന്നത്. അവിടെയാണ് നിങ്ങൾ പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അപ്പോയിൻറ്റ്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാലും അവിടെ മാൻഡേറ്ററി അല്ല മിസ്റ്റർ. കാരണം എന്താണ്, ഇത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് വഖഫ് ബോർഡിൽ ഇരിക്കുന്ന മുത്തവല്ലി ഉൾപ്പെടെയുള്ള ആൾക്കാർ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അതിനകത്ത് മതം കൊണ്ടുവരാൻ സാധിക്കുക?